ഞാൻ ഈ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ മത്സരിക്കുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഞാനിതിൻ്റെ മുന്നേ 2 തവണ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത വളരെ മോശപ്പെട്ട വ്യക്തിഹത്യയാണ് ഇടതുപക്ഷം എന്നെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊരു നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഫോം 2A എന്ന് പറയുന്നൊരു പേജുണ്ട്. ആ പേജിൽ നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങൾ, നമ്മളെ വ്യക്തിപരമായ കേസുകൾ, നമ്മളെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ, വ്യക്തിപരമായിട്ടുള്ള കടബാധ്യതകൾ, അങ്ങനെ നമ്മളുടെ സ്വർണം, നീക്കിയിരിപ്പ്, ബാങ്ക് ബാലൻസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഫോം 2Aയിൽ കൊടുക്കണം. അത് ഇന്ന് മുതലല്ല, ഈ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന കാലം മുതലുള്ള സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും അത് കൊടുക്കും. ഇപ്പൊ എന്താന്ന് പറഞ്ഞാല്, ഞാൻ ഈ ഫോം എയിൽ കൊടുത്തിട്ടുള്ള പല ഇല്ലാത്ത കാര്യങ്ങളും വ്യാജമായി പടച്ചുണ്ടാക്കിയിട്ട് അത് വോട്ടർമാരുടെ മുന്നിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ടും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്ന ഈ പ്രവണത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി 15-ാം വാർഡിൽ നിർത്തണം എന്നൊന്ന് അഭ്യർത്ഥിക്കാനും അത് ഈ പത്രമാധ്യമ ലോകത്തെയും പൊതുജനങ്ങളെയും അറിയിക്കാനാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. കാരണം വ്യക്തിപരമായി ഞാൻ ഇതിൻ്റെ മുന്നേ 2 തവണ മത്സരിച്ചപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനെ പഞ്ചായത്ത് തലത്തിൽ നേരിട്ടപ്പോഴും ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട്. അതിന് വ്യക്തിപരമായി കുറവുകളുള്ള പല ആളുകളുണ്ട്. ആരെയിലാണ് വ്യക്തിപരമായി കുറവുകളില്ലാത്ത 100% തേഞ്ഞ ആളുകൾ ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഫോം 2Aയിൽ കൊടുത്തത് അപകീർത്തിപ്പെടുത്തുന്ന രീതി, നമ്മൾ കൊടുത്തതാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കൊടുക്കാത്ത ചില കാര്യങ്ങൾ പോലും അത് ആ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി ചേർത്ത് അത് കൃത്യമായും വാട്സപ്പ് മുഖേനയും അതുപോലെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അത് സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങളത് വ്യക്തമായിട്ട് നിയമവിദഗ്ധരൊക്കെ ആലോചിച്ച് പോകുമ്പോൾ അത് പെരുമാറ്റച്ചട്ട ലംഘനവും ഒരു സ്ഥാനാർത്ഥിക്ക് യോജിച്ച കാര്യവുമല്ല. അതുകൊണ്ട് അത്തരം പ്രവണതകൾ ഞങ്ങളതിപ്പോൾ ചീഫ് ഇലക്ഷൻ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ, പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ, അങ്ങനെ എല്ലാ ആളുകൾക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് നിർത്തിയിട്ടില്ലാച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, മറുപക്ഷത്തുള്ള ആളുകൾക്കും ചില പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പല ഭാഗത്തും നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മളും പ്രചരിപ്പിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയിരൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം മതമൈത്രിക്കും സാഹോദര്യത്തിനും ഒക്കെ കൃത്യമായിട്ടും വില കൽപ്പിക്കുന്ന ഒരു പ്രദേശമാണ് അയിരൂർ. അയിരൂർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രദേശമാണ്, ഏകദേശം 4ഓളം വാർഡുകളുള്ള പ്രദേശമാണ് അയിരൂർ. അവിടെ ഒന്നും ഞങ്ങൾ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിന് പോലും വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് ഇന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരുപാട് ചായക്കടകളുണ്ട്, എതിർ സ്ഥാനാർത്ഥികളും എല്ലാവരും വന്ന് ചായ കുടിച്ച് സൗഹൃദം പുതുക്കി. കാരണം നാളെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു ഉള്ള പ്രശ്നമില്ല, അയിരൂരി സൗഹൃദം നിലനിർത്തുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ആ സൗഹൃദത്തിന് കോട്ടം തട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചും എതിർ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവുന്ന പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പോരായ്മകൾ നമ്മളും എന്ത് ചെയ്യും? പൊതുജന മധ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ സംവിധാനം ഞങ്ങൾക്ക് അയിരൂരുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഒരു പേഴ്സണൽ ജീവിതത്തെ ബാധിക്കും. അത്തരം പ്രവർത്തികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും അയാളുടെ ചീഫ് ഏജന്റും ഒഴിവായി നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആളുകൾ വിശ്വസിക്കണ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ 5 വർഷം കൂടുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വെള്ള ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ടിട്ട് ഈ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇറങ്ങണ ഒരാളല്ല. ഞാൻ ആ നാട്ടിലെ എല്ലാവിധ കാര്യങ്ങളിലും ഇടപെട്ട് പരിഹാരം കാണുന്നതിന് പരിഹാരം കാണുകയും പരിഹാരം കാണാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ അത് പറ്റുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പൊതുജന സമക്ഷത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരകത്ത് കയറി വീണ്ടും തിരിച്ച് 5 വർഷത്തിന് ശേഷമാണ് ഇവർ പുറത്തിറങ്ങുന്നത്. അപ്പൊ ഇത്തരം പ്രവർത്തികൾ ഈ അയിരൂര് പുറത്ത് നിന്ന് വന്നിട്ട് അയിരൂര് ചെയ്യുന്ന ഈ പ്രവൃത്തി ഞങ്ങളെ മതസൗഹാർദ്ദവും ഞങ്ങളെ സാഹോദര്യവും ഞങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന സൗഹൃദവും നിലനിർത്താൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വന്നിട്ടുള്ളത്. അത് കൃത്യമായും പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഫോം 2 എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിഗത വിവരങ്ങളാണ്. ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗത വിവരങ്ങളുണ്ട്.
അത് വ്യക്തിഗത വിവരങ്ങൾ കൊടുക്കണം, കൊടുത്തേ പറ്റൂ. അതിൽ ഞാൻ എഴുതാത്ത, ഞാൻ മനസ്സിൽ പോലും ആലോചിക്കാത്ത ചില കേസുകളും അതിൻ്റെ കുറ്റങ്ങളും ഒക്കെ എഴുതിയിട്ടാണ്. അത് വ്യാപകമായ പ്രചരണമാണ്. ഈ പ്രചരണം നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് പ്രചരണം നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളെ കയ്യിലുണ്ട്. അതുകൊണ്ടത് ഈ സൗഹൃദ, കാരണം ഇത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി. അയാൾ ആരാണോ പറയുന്നത് വെച്ചാൽ അവർക്ക് 10 ദിവസം കഴിഞ്ഞാൽ അവർ ആ നാട്ടിൽ നിന്ന് പോകും, വേറെ പ്രദേശത്തുകാർക്ക് പോകും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയിരൂരിൻ്റെ സൗഹൃദം നിലനിർത്തൽ വളരെ അത്യാവശ്യമാണ്. അത് ഈ ലോകത്തെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. പറയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചന നടത്തി അങ്ങനെ എന്തൊക്കെയോ ഉള്ള ആളുകൾ, അത് കൃത്യമായ തെളിവുകൾ എൻ്റെ മൊബൈലിലുണ്ട്. കാരണം ഇവർ പ്രചരിപ്പിക്കുന്ന വീട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് അയച്ചതുണ്ട്. എവിടെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട, ദിവസവും സൗഹൃദം പുതുക്കുന്ന, അത്രയും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടാണ് പല സ്ഥലത്ത് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അയാള് മറ്റേ ഇങ്ങനെ കുറ്റങ്ങൾ ചെയ്ത ആളാണ്, വഞ്ചന, വളരെ ആ വീട്ടുകാർ വരെ വളരെ മോശമായിട്ട് അവരോട് പറയുന്നുണ്ട്. നിങ്ങളിതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായിട്ടുള്ള അപകീർത്തനാണ്. വ്യക്തിപരമായിട്ടുള്ള അപകീർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനാവും. അപ്പൊ അത് നേരിടാനുള്ള സംവിധാനം ഇല്ലാണ്ടൊന്നുമല്ല, തിരിച്ച് അതേപോലെ കൊടുക്കുക. പക്ഷെ നമുക്കൊരു മാന്യത ഉണ്ട്, നമുക്കൊരു അന്തസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ അന്തസ്സിന്റെ പുറത്താണ്. പാർട്ടിയിൽ ഒരു സ്ഥാനം ഇല്ലാത്ത എന്നെ ഒരു പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് മെമ്പറാക്കി, DTPC മെമ്പറാക്കി, ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗമാക്കി. ഈ ക്രൂസ് എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ. മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് ഈ ക്രൂസിന്റെ ബോർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഞാൻ. അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ ഞാനിക്ക് പാർട്ടിയോടുള്ള കൂറും ജനങ്ങളോടുള്ള കൂറും ആത്മാർത്ഥതയാണല്ലോ അത് കാണിക്കുന്നത്. പക്ഷെ അതൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ അയൽക്കാരുടെ സൗഹൃദം തകർക്കാൻ വേണ്ടി പുറത്തുനിന്ന് വന്നിട്ട് ചെയ്യുന്ന ഇത്തരം നീചമായ പ്രവൃത്തി അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അത് ഒരു സംശയം ആ കാര്യത്തിലില്ല. കാരണം നമ്മളെ ഫോം 2A പറയാത്ത കാര്യങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രചരണം നടത്തുന്നത്, വ്യാപകമായ പ്രചരണം. അത് അയൽക്കാർക്ക് കൃത്യമായിട്ട് ഞാൻ മത്സരിക്കുന്ന എൻ്റെ പ്രദേശത്തുള്ള എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് എന്നെ കുറിച്ച് അറിയാം. പക്ഷെ അതല്ല, അത് വ്യക്തിപരമായ അധിക്ഷേപമാകുമ്പോൾ തിരിച്ചതിനൊരു പരിഹാരം കണ്ട് ഞങ്ങളിപ്പോൾ ചീഫ് ഇലക്ഷൻ ഓഫീസർക്കും അതിലൊരു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, കളക്ടർ, പെരുമ്പാട് ഫാറൂഖൊക്കെ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ അത് അറിയണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചുള്ളത്. അത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ എത്താതിരിക്കലാണ് നല്ലത്. ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഈ സ്ഥാനാർത്ഥി ഉണ്ടപ്പോ അവിടെ കൂടെ സ്ഥാനാർത്ഥികൾ സാധാരണ എന്താ ചെയ്യുക? നമ്മൾ 4-5 പ്രവർത്തകരുമായിട്ട് പോയി ഒരു വോട്ട് ക്ഷണിക്കുമ്പോൾ എൻ്റെ ഒരു രീതി അതാ. ആ ഓപ്പോസിറ്റ് എൻ്റെ കൂടെ 2-3 ആളുകൾ വരുമ്പോൾ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിനെ കുറിച്ചൊരു വ്യക്തിപരമായ പരാമർശം നടത്താൻ വരുമ്പോൾ ഞാൻ തടയാറുണ്ട്. കാരണം ഇതൊരു സൗഹൃദ മത്സരമാണ്, ഇതൊരു പ്രാദേശിക മത്സരമാണ്. ഇത് കഴിഞ്ഞാലും ഈ സൗഹൃദം ബന്ധങ്ങളൊക്കെ നിലനിർത്തണം, പ്രത്യേകിച്ച് അയലൂർ പോലത്തെ ഒരു പ്രദേശത്ത് നിലനിർത്തണം. സ്ഥാനാർത്ഥിയാണല്ലോ ഇതിന്റെ സ്ഥാനാർത്ഥി തടയണ്ടേ? അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. സ്ഥാനാർത്ഥി വിദ്യാസമ്പന്നനല്ലേ, സ്ഥാനാർത്ഥി തടയണം, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയുള്ള ഒരു രീതി നമുക്ക് ശരിയല്ല എന്ന് പറയേണ്ടതിന് പകരം അയാളുടെ സാന്നിധ്യത്തിൽ ഇന്നലെ എൻ്റെ തൊട്ടടുത്തല്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ പോയിട്ട് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇവർ പോണ സ്ഥലത്തുനിന്നൊക്കെ എനിക്ക് കൃത്യമായി മറുപടി കിട്ടണം. അപ്പൊ നമ്മളത് പോട്ടെ എന്ന് വെച്ചു. പക്ഷെ അത് വ്യാപകമായി പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. പറയുന്ന കാര്യം പബ്ലിഷ് ചെയ്ത് അതൊരു പൊതുജന സമക്ഷത്തിൽ കൊണ്ടുവരേണ്ട കാര്യമല്ല. Form 2A എന്ന് പറഞ്ഞ സാധനം അതാരാണ് നമ്മൾ ഈ Form 2A പറയുന്ന കാര്യങ്ങൾ ആരാണ് കൊണ്ടുപോയി വീടുകളിൽ കൊടുക്കുക? ആ Form 2A പറയുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനാർത്ഥി എന്താണെന്ന് പൊതുജനങ്ങളിലെ കാരണം ഈ Form 2A അതെ ആ ഒരു സാധനം പബ്ലിക്കിൽ അറിയുന്നുണ്ട്. അത് Form 2A ഒരു 1000 കോപ്പി എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ കൊടുത്ത നോമിനേഷൻ സ്വീകരിച്ചല്ലോ, ആണോ സ്വീകരിച്ചു. ഈ Form 2A പറയാത്ത കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഒരു രേഖാമൂലം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ സ്ഥാനാർത്ഥി എന്ത് ചെയ്യില്ല, നോമിനേഷൻ സ്വീകരിക്കൂല. അതവർ കൊടുത്തോട്ടെ, അവർ 1000-1000 ഇനിയിപ്പോ TV ഒക്കെ വെച്ചിട്ട് പബ്ലിഷ് ചെയ്തു. പക്ഷെ അതിൽ പറയാത്ത കാര്യങ്ങൾ
വളരെ മോശപ്പെട്ട കാര്യം എഴുതി ചേർത്തിട്ടാണ്, എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടാണ് ഈ സംവിധാനം പുറത്തിറങ്ങുന്നത്. അല്ലാണ്ട് ഫോം 2A എന്ന് പറഞ്ഞാൽ നമ്മൾ നോമിനേഷൻ കൊടുത്ത അന്ന് തന്നെ നോട്ടീസ് ബോർഡ് കൊടുക്കും. ആ നോട്ടീസ് ബോർഡ് വന്ന് ആർക്കും ഇത് എടുക്കാം, അത് ആർക്കും കൊടുക്കാം. കാരണം അത് അയാളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും, കേസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ പ്രതിപാദിക്കും. അത് കൊടുത്തോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ അത് കൂടാതെ അത് എഡിറ്റ് ചെയ്തിട്ട് വളരെ മോശമായ രീതിയിലാണ് ഇത് ചിത്രീകരിക്കുന്നത്. ആ പ്രശ്നം ഈ പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ചു ചെയ്യാൻ നമുക്ക് ഒരു പണിയില്ല, മടിയില്ല കാര്യത്തിൽ. പക്ഷെ എൻ്റെ സംസ്കാരവും എൻ്റെ മുന്നണിയുടെ സംസ്കാരവും എൻ്റെ പാർട്ടിയുടെ സംസ്കാരവും എൻ്റെ കുടുംബ പാരമ്പര്യവും അതിന് യോജിക്കുന്നതല്ല. കാരണം 2 തവണ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നേരിട്ടപ്പോഴും നമ്മൾ എതിർ സ്ഥാനാർത്ഥി ഇതിനെക്കാട്ടും പ്രബലരായ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. അന്നും വളരെ സൗഹൃദം നിലനിർത്തിയിട്ടാണ് നമ്മൾ അന്നും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇത് നിർത്തിയില്ല വെച്ചെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്യുന്ന ഈ ആൾക്ക് ചിലപ്പോൾ അതിനെ കുറിച്ചിട്ട് വലിയ ബോധ്യം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ സ്ഥാനാർത്ഥി പറയണ്ടേ അത് ചെയ്യരുത്, നമ്മളെ ചെയ്യണത് ശരിയല്ല. ആ നാടിനൊരു സൗഹൃദമുണ്ട്. സ്ഥാനാർത്ഥി ഞങ്ങളെ നാട്ടുകാരനല്ല, തൊട്ടടുത്ത നാട്ടുകാരനാണ്. പക്ഷെ അയിരൂക്കാർക്ക് ഒരു പാരമ്പര്യമില്ല. ആ പാരമ്പര്യം നിലനിർത്തണ്ടേ? അവിടെ സ്ഥാനാർത്ഥി അടക്കമുള്ള ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ഒരു വീട്ടിൽ പോയിട്ട് പറഞ്ഞത്, ആ വീട്ടിലെ ഒരു പയ്യൻ, എനിക്ക് വേണ്ടപ്പെട്ട പയ്യൻ റെക്കോർഡ് ചെയ്ത സാധനമാണ്. ആ സ്ഥാനാർത്ഥിയുടെ പ്രസന്റിലാണ് അത് പറഞ്ഞത്. ഇത് എന്റെ പ്രദേശല്ലേ. നമ്മൾ 5 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണല്ലോ. അവിടെ സൗഹൃദവും എനിക്ക് ഏത് വീട്ടിൽ ധൈര്യമായിട്ട് കയറിച്ചല്ല. നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ആരാണെന്നും ഈ നമ്മളുടെ ഗുണം എന്താണെന്നും ദോഷം എന്താണെന്നൊക്കെ നാട്ടുകാർ കൃത്യമായും വിലയിരുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഈ ഇത്തരം ഈ വ്യാജ ആരോപണങ്ങൾ ഒരു പത്രത്തിലാക്കിയിട്ട് അതിലൊരു വാട്സപ്പിലാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിന് കൊണ്ടുള്ള ഗുണം എന്താണ്? അതാ നാട്ടിലെ സൗഹൃദം തകർക്കും. ഞങ്ങൾ അയരൂക്കാർ തന്നെ ഒറ്റക്കെട്ടായി ഒരു മനസ്സുകൂടെ കക്ഷി രാഷ്ട്രീയം ജാതി മത ഭേദമില്ലാതെ കൃത്യമായും ഇന്നും അവിടെ അപ്പുറത്ത് സ്ഥാനാർത്ഥികളുണ്ട്. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ചായക്കടയിൽ നിന്നും അങ്ങനെ സൗഹൃദം പുതുക്കി ചിലപ്പോൾ 2 സ്ഥലത്ത് നിന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാണും. അവിടുന്ന് സൗഹൃദമൊക്കെ പുതുക്കിയാണ്. പക്ഷെ അയരൂക്കാരുടെ പാരമ്പര്യവും മഹത്വവും എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം വേണ്ടേ? അതില്ല, ഞാൻ ബുദ്ധിമുട്ടാണത്. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു മനസ്സോടു കൂടി ജീവിക്കണം. ഇലക്ഷനൊക്കെ ആയാൽ 10 ദിവസം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് വർക്ക് നടത്തും. ഞങ്ങൾ പരസ്പരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോർഡുകളൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളൂ. അങ്ങനെയുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഒരു സ്ഥലമൊക്കെ പിടിച്ചിട്ടാ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാളുടെ ബോർഡ് വെക്കാല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്ത് അത്രയും സൗഹൃദം നിലനിർത്തുന്ന പ്രദേശമാണ് ഞങ്ങൾ അയിരൂർ കണ്ടുബസാർ എന്ന പ്രദേശം. ആ പ്രദേശത്ത് ഇത്തരം വ്യാജ ആരോപണങ്ങളുമായി വന്നിട്ട് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ആ നിലക്കത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള സംവിധാനം നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പൊ അതൊരു വേറെ ക്രാഷിലേക്ക് പോകും. അത് നമ്മൾ ആരും ആഗ്രഹിക്കണില്ല. ഞാൻ ആഗ്രഹിക്കണില്ല, എൻ്റെ മുന്നണി ആഗ്രഹിക്കണില്ല. ഞങ്ങളെ മുന്നണിയുടെ കൺവീനറാണ് ബാബു, ഞങ്ങളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. ഞങ്ങൾ ആരും ആഗ്രഹിക്കണില്ല. അപ്പൊ നമ്മൾ പഴയ കാലത്തൊക്കെ പറയും പാലപ്പെട്ടിയിലാണ് ഈ സ്വാഭാവികമായിട്ട് ഇലക്ഷനൊക്കെ വന്നാൽ ഒരു ക്രാഷ് ഉണ്ടാവുക. അപ്പൊ പാലപ്പെട്ടി വെളിയങ്കോടൊന്നും ഒരു ക്രാഷില്ല. ആ സൗഹൃദം നിലനിർത്തിയിട്ട് ആണ് പാലപ്പെട്ടിയിൽ വരെ എന്ത് ചെയ്യണത്, ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നത്. ഇത് എവിടെയും ഇല്ലാത്തൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ സഹോദരൻ തർക്കം ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പെരുമ്പടപ്പ് പഞ്ചായത്ത് കൺവീനറാണ് UDFന്റെ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 15ാം വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. അത് ശരിയല്ല. അത് UDF ഒറ്റക്കെട്ടായി അതിനെ നേരിടും. എല്ലാ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.